ഹായ് ഹലോ. എൻ്റെ കൂട്ടുകാർക്ക് ഊണ് കഴിച്ചോ? എന്താ ലഞ്ചിന് സ്പെഷ്യൽ? എനിക്കിന്ന് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ചോറുണ്ട്, അത് കഴിഞ്ഞിട്ട് അന്ന് വെട്ടിപ്പറിച്ച് ഫ്രീസറിൽ വെച്ച ചക്ക ഇന്നാണ് ഞാൻ വേവിച്ചത്. അപ്പം ചക്ക വേവിച്ചതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചക്ക വേവിച്ചതുള്ളത് കൊണ്ട് ഇച്ചിരി മാങ്ങാച്ചാർ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഇച്ചിരി ഇഞ്ചിക്കറി വെച്ചായിരുന്നു. ഇച്ചിരി ഇഞ്ചിക്കറി, എന്നിട്ട് പിന്നെ തേങ്ങ അരച്ച മീൻകറി. അപ്പം എൻ്റെ കൂട്ടുകാർ ഇനി ചോദിച്ചേക്കല് തേങ്ങ അരച്ച മീൻകറി എങ്ങനെ വെക്കുന്നത്. ഇച്ചിരി ചാറായിട്ടാണ് വെച്ച കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പി വേണമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പം ഞാൻ ഈ ചക്കയും ആദ്യം ഇച്ചിരി മാങ്ങാച്ചാറും കൂട്ടിയൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന സംഭവമല്ലല്ലോ. ഇനി എപ്പോഴും കിട്ടുന്ന സംഭവമല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം UK ലാണെന്നൊന്നും പറയണ്ട. നമുക്കിവിടെ പച്ചച്ചക്കയൊക്കെ ബാംഗ്ലൂരിലായാലും കിട്ടാൻ കൂടി ഇച്ചിരി പാട് തന്നെ കേട്ടോ. അപ്പോൾ എവിടെ നിന്ന് ഇച്ചിരി കിട്ടിയതാണ്. അപ്പം ചക്കയും മാങ്ങാച്ചാറുടെ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് എന്നാലും ചക്കയും മീൻകറിയും ചക്കയും മീൻ തോരനൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ടൊന്ന് കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ ഈ ചോറൊന്ന് കഴിക്കുന്ന നേരത്തിന് എൻ്റെ കൂട്ടുകാർ എൻ്റെ തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പി കണ്ടിട്ടുവാ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരുന്ന നേരത്തെ ഞാൻ ഊണ് കഴിക്കാം. എൻ്റെ കൂടെ ഇഞ്ചിക്കറിയുണ്ട്. കുറേ ദിവസമായി ഇഞ്ചിക്കറി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇച്ചിരി ഇഞ്ചിക്കറി വെക്കണമെന്ന് തോന്നി ഇച്ചിരി ഇഞ്ചിക്കറിയും വെച്ചു. എൻ്റെ സൗണ്ട് ഇച്ചിരി ഒന്ന് മാറിയിട്ടുണ്ടെന്ന്. ചെറിയൊരു വയ്യാഴികയുണ്ട്, ചെറിയൊരു പനിയും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. ആക്ച്വലി ഇന്ന് ഒന്നും ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ല. വയ്യാഴികയുണ്ട്. ശരീരത്തിന് സുഖമില്ലെങ്കിൽ മനസ്സിന് സുഖമില്ല. മൊത്തത്തിലൊരു വയ്യാഴികയാണ്. അപ്പോൾ ശരിയെന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കാൻ എടുത്തപ്പം എന്തെങ്കിലും ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാരോട് ചെയ്യണമല്ലോ. അപ്പോൾ രാവിലെ എന്തായാലും മീൻകറി വെക്കുന്ന വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അത് കണ്ടിട്ട് പോയോ. അപ്പോൾ ആ നേരത്തിന് ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. അതിനുവേണ്ടി ചട്ടി അടപ്പയിൽ വെച്ച് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, അതുപോലെ 1/2 ടീസ്പൂൺ കടുക്. ആ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി ഉലുവയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 7 വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ പിഴമ്പുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴുപുളി ചേർക്കുന്നവർക്ക് പിഴുപുളി ചേർക്കാം. ഞാൻ മീൻകറിക്ക് എപ്പോഴും പിഴമ്പുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കിലോ നെയ്മീൻ ചൂര അത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് തിളച്ച ആ മസാലയിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന മീൻകറി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ട്. അപ്പോൾ കണ്ടില്ലേ, മീൻകറി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് തേങ്ങ അരച്ചത് ചേർക്കുന്നതിനോട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ 1 കപ്പ് തേങ്ങ അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ അരച്ചത് ചേർക്കാൻ വേണമെങ്കിൽ തേങ്ങ പാലെടുത്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരച്ചത് അങ്ങനെ ചേർത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ കറി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം. കാരണം നമ്മൾ തേങ്ങ ചേർത്തതല്ലേ. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ല, അപ്പം മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തേങ്ങ അരച്ചുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻകറിയും കൂട്ടി ചോറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ തേങ്ങ അരച്ചുള്ള മീൻകറി ഉണ്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഒന്ന് വെച്ച് നോക്ക്. കൂടുതൽ ആൾക്കാർ ഈ ഇങ്ങനെ പീസ് മീൻ ഒക്കെ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കൽ കുറവാണ്. എല്ലാവരും മുളകിട്ട് വെക്കാറാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചാൽ അത് ചോറ് കഴിക്കാനും പിന്നെ കപ്പയൊക്കെ കഴിക്കാനും ചപ്പാത്തിക്കായാലും എല്ലാത്തിനും ഇഷ്ടമാണ് കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചെയ്യാത്തവരുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ. അടുത്ത ഇഞ്ചിക്കറിയും മാങ്ങാച്ചാർ മീൻകറിയും കപ്പയും ചോറും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അത് കണ്ടിട്ട് വന്ന നേരത്തിന് എൻ്റെ ഊണ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ലഞ്ച് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടനെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.